ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റിന്റെ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളാർ കോൺസ്റ്റന്റ്. ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്ന ഈ ഒരു ചാപ്റ്ററിന്റെ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളാർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സോളാർ കോൺസ്റ്റന്റ് മീൻസ് നമുക്കറിയാലോ, നമുക്ക് ഈ ഒരു എർത്തില് തെർമൽ എനർജി കിട്ടുന്ന മെയിൻ സോഴ്സ് എന്താണ്, അല്ലെങ്കിൽ ബേസിക് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് സൺ ആണ്. ഓക്കെ, ലിവിങ് തിങ്സിനായാലും എന്തിനായാലും ഏതൊരു പ്രോസസ് നടക്കാനും നമുക്ക് ബേസിക് എന്ന് പറയുന്നത് എന്താണ്, സൺലൈറ്റ് ആണ്. അപ്പോൾ സൺലൈറ്റ് ഇല്ലെങ്കിൽ തന്നെ എന്തായിരിക്കും, ലൈഫ് നമ്മുടെ ഒരു എർത്തിൽ എന്ത് ചെയ്തില്ല, പോസിബിൾ ആവത്തില്ല. അപ്പോൾ ഒരു എനർജിയുടെ മെയിൻ കോൺട്രിബ്യൂഷൻ അത് ഒരു ലൈറ്റിന്റെ ഫോമിലാണ് വരുന്നതെങ്കിലും പല കാര്യത്തിലും നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ലൈറ്റ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ട്രേസ് അബ്സോർവ് ചെയ്ത ശേഷം ഓക്സിജൻ പ്രൊഡക്ഷൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പല ആവശ്യത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, സോളാർ എനർജീസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സണ്ണാണ് മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. എന്തില്ല, സൺ ഇല്ലെങ്കിൽ നമ്മുടെ എർത്തിൽ ലൈഫ് ഒന്നും എന്തായിരിക്കും, പോസിബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ ഈ ഒരു സൺ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് സണ്ണിന്റെ റേഡിയസ് അല്ലെങ്കിൽ ഒരു നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, സണ്ണിന്റെ ആ ഒരു ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, എക്സ്ട്രാ ലാർജ് ആണ്, ഒരു നല്ലൊരു വലിപ്പമുള്ളതാണ് നമ്മുടെ സൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സണ്ണിന്റെ ആ ഒരു ഷേപ്പും അതുപോലെ ഡയമെൻഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, സൺ എന്ന് പറയുന്നത് വലിയ സൈസ് ഉള്ള ഒരു സ്റ്റാർ ആണ്, ബിഗ് സ്റ്റാർ ആണ്. അപ്പോൾ അതിന്റെ ആ ഒരു എനർജി എല്ലാ ഡയറക്ഷനിലും ഒരു സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും, ഒരു കത്തുന്ന തീഗോളം പോലെയാണ് എന്ത് ചെയ്യുന്നത്, സണ്ണ് നിൽക്കുന്നത്. അപ്പോൾ അത് എല്ലാ ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സണ്ണ് എനർജീസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു പോർഷൻ എനർജി മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, എർത്തിൽ കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലിരിക്കാം. എർത്തിൽ ഒരു പോർഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കിട്ടുന്നുള്ളൂ. അപ്പോൾ ഒരു പോർഷൻ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ എർത്തിന് ആവശ്യമായ എനർജീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതവിടെ റിസീവ് ചെയ്യുന്നുണ്ട്. ഇതില് ഈ ഒരു സ്മോൾ പോർഷൻ മാത്രമായിരിക്കും എർത്തിലോട്ട് വരുന്നത്. എർത്തിൽ വരുന്ന എനർജി തന്നെ എന്ത് ചെയ്യുന്നു, കുറച്ച് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, എർത്തിന്റെ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ അനുസരിച്ച്. ഇപ്പോൾ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ കണ്ടന്റ്, വാട്ടർ വേപ്പർ, ക്ലൗഡ്സ്, സ്നോ, ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഇവിടെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്ന എനർജി അതുപോലെ തന്നെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എത്തുന്നതിനും കുറെ എനർജി നമ്മൾ അറ്റ്മോസ്ഫിയർ അബ്സോർബും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. സോളാർ കോൺസ്റ്റന്റ് എന്ന ടേം ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കാനായിട്ട് സണ്ണുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ എർത്തിൽ വരുന്ന എനർജീസിൽ ഒരുപാട് വേരിയേഷൻ വരാം. കാരണം അവിടെ ഇപ്പോൾ ഒരു 10 ജൂൾ എനർജി അവിടെ വരുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പോൾ 10 ജൂൾ എനർജി അവിടെ നിന്ന് വരുവാണ്. അപ്പോൾ 10 ജൂൾ എനർജി നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഇതാണ് നമ്മുടെ എർത്ത്. 10 ജൂൾ എനർജി എന്ത് ചെയ്യത്തില്ല, എർത്ത് റിസീവ് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് കണ്ടീഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസ്, അതുപോലെ ക്ലൗഡ്, വാട്ടർ വേപ്പർ, സ്നോ, ഇതെല്ലാം കുറെ റിഫ്ലക്ട് ചെയ്യും, കുറെ നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ അബ്സോർബ് ചെയ്യും. ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം സർട്ടൺ എമൗണ്ട് ഓഫ് എനർജി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ നമുക്ക് ആ എർത്തിലോട്ട് കിട്ടുള്ളൂ. ഏകദേശം ഒരു 20-40% മാത്രമേ നമ്മുടെ എർത്തിൽ നമ്മുടെ ലൈഫ് ലിവിങ് തിങ്സ് എന്ത് ചെയ്യുന്നുള്ളൂ, എനർജി റിസീവ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോളാർ എനർജി about 20-40% അറ്റ്മോസ്ഫിയർ അബ്സോർവ് ചെയ്യുന്നുണ്ട്. ഈ അബ്സോർപ്ഷൻ ബാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു എമൗണ്ട് ഓഫ് എനർജി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ സോളാർ കോൺസ്റ്റന്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുന്ന കാര്യമാണ് എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജിയാണ് നമുക്ക് സണ്ണിൽ നിന്നും എർത്തിലോട്ട് വരുന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ സൺ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സൺലൈറ്റ് ഇല്ല എങ്കിൽ നമ്മുടെ എർത്തിൽ ലൈഫ് എന്ത് ചെയ്യും. കേൾക്കാൻ പറ്റുന്നുണ്ടോ, ഓഡിയോ ഓക്കെ ആണോ? ഓക്കെ, ശരി ശരി. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളാർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സോളാർ കോൺസ്റ്റന്റ്. ഓക്കെ, സോളാർ കോൺസ്റ്റന്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ സോളാർ കോൺസ്റ്റന്റ് നമ്മൾ സണ്ണുമായി സണ്ണിന്റെ ടെമ്പറേച്ചറൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേമാണ് സോളാർ കോൺസ്റ്റന്റ്. അപ്പോൾ എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ സൺലൈറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, നമ്മുടെ എർത്തിൽ ലൈഫ് പോസിബിൾ ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ലൈഫിന്റെ ബേസിക് സപ്പോർട്ട് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്. സൺലൈറ്റ് ഇല്ലെങ്കിൽ കുറച്ച് നേരം സൺലൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ ഒരുപാട് ഡേയ്സിൽ നമുക്ക് സൺലൈറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്ത് ചെയ്യും, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കും. ഓക്കെ, ഇപ്പോൾ ലിവിങ് തിങ്സിനായാലും നമ്മുടെ ഹ്യൂമൻ ബീങ്സിനായാലും പ്ലാന്റ്സിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ എന്ത് വേണം, സൺലൈറ്റ് വേണം. സൺലൈറ്റിന്റെ ആബ്സെൻസിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സൺലൈറ്റിന്റെ ആബ്സെൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ലൈഫ് ഇമ്പോസിബിൾ ആവും. ഓക്കെ, ലൈഫ് അവിടെ പറ്റില്ല. ഇങ്ങനെ സണ്ണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഹ്യൂജ് സ്പെറിക്കൽ ഷെല്ലായിട്ട് കൺസിഡർ ചെയ്യുക, ഒരു സ്പെറിക്കൽ ബോൾ ആയിട്ട് കൺസിഡർ ചെയ്യുക, കത്തുന്ന ഒരു തീകോളം പോലെ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. സണ്ണതാണ് കത്തുന്ന ഒരു തീകോളമാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വലിയൊരു സ്റ്റാർ ആണ്. ഓക്കെ, സണ്ണിന്റെ സൈസ് അറിയില്ല, നമ്മൾ പ്ലാനറ്റ്സിനെ കാട്ടിയും സൈസ് ഉണ്ട് സണ്ണിന്. അപ്പോൾ അത്രയും വലിയൊരു സ്റ്റാർ ആയിരിക്കും. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഡയറക്ഷനിലോട്ടും, ഓക്കെ, ഈ ഡയറക്ഷനിലോട്ടും ഈ ഡയറക്ഷനിലോട്ടും എല്ലാ ഡയറക്ഷനിലോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട്. സൺ ഇങ്ങനെ എനർജി എമിറ്റ് ചെയ്യുക. പക്ഷേ ഇതിന്റെ ഒരു പോർഷൻ എനർജി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ എർത്തിലോട്ട് റിസീവ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഇതാണ് നമ്മുടെ എർത്ത് എങ്കിൽ ഇതിന്റെ ഒരു പോർഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ എർത്ത് റിസീവ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ആകെ കൊടുക്കുന്ന ആ ഒരു ഇതില് ഒരു പോർഷൻ മാത്രമേ എർത്ത് റിസീവ് ചെയ്യുന്നുള്ളൂ. അത് മാത്രമല്ല, ഈ റിസീവ് ചെയ്യുന്ന കുറച്ച് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് എമൗണ്ട് ഓഫ് സ്മോൾ ഫ്രാക്ഷൻ ഓഫ് സോളാർ എനർജി
എർത്തിൽ എത്തുന്നത് തന്നെ എന്ത് ചെയ്യുന്നു കുറെ റിഫ്ലക്ട് ബാക്ക് ചെയ്യും. എങ്ങനെ റിഫ്ലക്ട് ചെയ്യും? റിഫ്ലക്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ ഉണ്ട്, ക്ലൗഡ് ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്, സ്നോ ഉണ്ട്. അപ്പൊ ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ വരുന്ന എനർജി, ഇവിടെ നിന്ന് വരുന്ന എനർജി എന്ത് ചെയ്യും? അത് റിഫ്ലക്ട് ചെയ്യും ഇങ്ങോട്ട് സ്പേസിലോട്ട്. അത് ശരിക്കും വേസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. തിരിച്ച് സണ്ണിൽ പോയി റിസീവ് ചെയ്യുന്നില്ലല്ലോ. എന്ത് ചെയ്യും? അത് സ്പേസിലോട്ട് അങ്ങ് വേസ്റ്റ് ആയി പോകും, തട്ടിയിട്ട് തിരിച്ചു പോകും. അപ്പൊ സൺ എന്ന് പറഞ്ഞൊരു ബ്ലാക്ക് ബോഡിയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്ത്, ഓക്കെ, ബ്ലാക്ക് ബോഡി എന്ന് വെച്ചാൽ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ് ബ്ലാക്ക് ബോഡി. IR റേഡിയേഷൻ, ഇൻഫ്രാറെഡ് റേഞ്ചിലുള്ള റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന നമ്മൾ ബ്ലാക്ക് ബോഡീസ് എന്ന് പറയും. അപ്പൊ ഇതില് എർത്തിൽ എത്തുന്ന സമയത്ത് ഈ ഒരു റേഡിയേഷൻ എർത്തിന്റെ സർഫസിലുള്ള ക്ലൗഡും വാട്ടർ വേപ്പറും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്ന എന്ത് ചെയ്യാം? അത് തട്ടിയിട്ട് തിരിച്ചു പോകും, സ്പേസിലോട്ട് പോകും. അപ്പൊ അങ്ങനെ കുറച്ചുകൂടെ വേസ്റ്റ് ആയി പോകുന്നുണ്ട്. മറ്റു കുറച്ച് എനർജി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 20 to 40% ഇതിന്റെ അറ്റ്മോസ്ഫിയറിൽ തട്ടിപ്പോവാണ്. ഓക്കെ, തട്ടിപ്പോകൽ അബ്സോർബ് ചെയ്യും. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ ഓസോൺ ലെയേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഓസോൺ ലെയറിലൊക്കെ തട്ടുന്ന സമയത്ത് എന്ത് അല്ലെങ്കിൽ ഓരോ ലേയേഴ്സ് ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, അങ്ങനെ ഓരോ ലേയേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ തട്ടി വരുന്ന അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എത്തുന്ന സൺലൈറ്റ് നമുക്ക് ഭൂമിയിൽ എത്തുന്നതിൽ എന്ത് ചെയ്യാം? കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ശരിക്കും അവിടുന്ന് വരുന്ന ആ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജിയുടെ സ്മോൾ പോർഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മുടെ എർത്തിൽ നമുക്ക് അവിടെ റിസീവ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്, നമുക്ക് സണ്ണിന്റെ ടെമ്പറേച്ചർ മുമ്പൊന്നും നേരിട്ട് സണ്ണിൽ പോയി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഒരു ടെലസ്കോപ്പ്, ഒരു സാറ്റലൈറ്റ് അയച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മുമ്പ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എർത്തിൽ വെച്ചുകൊണ്ട് ഈ സണ്ണിന്റെ ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യണം? മെഷർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? സണ്ണിന്റെ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നു. ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമ്മൾ സണ്ണിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പോകുന്നതിന്റെ മുന്നായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? സോളാർ കോൺസ്റ്റന്റ്, ഒരു കോൺസ്റ്റന്റ് ടേം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതില് നമ്മൾ സണ്ണിന്റെ ഒരു ടെമ്പറേച്ചർ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമുക്ക് ഒരു യൂണിഫോം റേഞ്ചിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒബ്സർവേഷൻ നടത്താൻ പറ്റില്ല. കാരണം ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. സൺ ഇത്രയും ഡിസ്റ്റൻസിൽ നിൽപ്പുണ്ട്. അത് മാത്രമല്ല നമ്മുടെ എർത്തിന് അറ്റ്മോസ്ഫിയർ ഉണ്ട്. അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യാം? അറ്റ്മോസ്ഫിയർ വരുന്ന സമയത്ത് എനർജീസ് ഒരുപാട് ബ്രേക്കിംഗ് സംഭവിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ക്ലൗഡി ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ വി ക്യാൻ ഗെറ്റ് എ അപ്രോക്സിമേറ്റ് ടെമ്പറേച്ചർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇവിടെ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ ഒരു ടെമ്പറേച്ചർ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യാം? ഒരു സോളാർ കോൺസ്റ്റന്റ് ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു സോളാർ കോൺസ്റ്റന്റ് ടേം കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് സോളാർ കോൺസ്റ്റന്റ്. സോളാർ കോൺസ്റ്റന്റ് എന്തായിരിക്കും സോളാർ കോൺസ്റ്റന്റ്? ഈ സോളാർ കോൺസ്റ്റന്റ് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് സോളാർ റേഡിയേഷൻ റിസീവ്ഡ് പെർ യൂണിറ്റ് ടൈം by per unit area of a perfectly black surface placed at a mean distance of the earth from the sun. Okay, കുറച്ചുകൂടി ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ വായിച്ചു തരാം. അതായത് നമ്മളിവിടെ ഒബ്സർവ് ചെയ്യാൻ പോകുന്ന ഇപ്പോൾ ഒരു ബ്ലാക്ക് ബോഡി സർഫസ് നമ്മൾ വെച്ചിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കോട്ട് ചെയ്തിട്ടുള്ള ഒരു ബോഡി സർഫസ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബോഡിയിൽ ഈ സണ്ണിന്റെ എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി പെർ യൂണിറ്റ് ടൈം റിസീവ് ചെയ്യുന്നു. അപ്പൊ നമ്മളിപ്പോൾ ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഹീറ്റ് ഒരുപാട് അബ്സോർവ് ചെയ്യും. പക്ഷെ നമുക്ക് അത്രയും ഒരു ആക്യുറേറ്റ് വാല്യൂ കിട്ടത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ടൈമിനെ ഫിക്സ് ചെയ്യണം. പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ടൈം ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ പല എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്തും പെർ ടൈം എന്നാണ് പറയുന്നത്. ഓക്കെ, കിലോമീറ്റർ പെർ അവർ, അങ്ങനെ നമ്മൾ ടൈമിന് എന്ത് ചെയ്യും? അവിടെ ഫിക്സ് ചെയ്യും. കാരണം നമ്മൾ ഒരു ടൈമിനെ ഫിക്സ് ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ആ ടൈമിനെ ഫിക്സ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി, ഒരു യൂണിഫോം റിസൾട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടൈം ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ സോളാർ കോൺസ്റ്റന്റ് ചെയ്തിലും, ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് സൂര്യപ്രകാശം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മണിക്കൂറിൽ അത് എത്രത്തോളം ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നു എന്ന് നോക്കുന്നതും, അല്ല ഒരു ദിവസം വെച്ചിട്ട് തന്നെ റൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാലും എന്ത് ചെയ്യും? സണ്ണിന്റെ ടെമ്പറേച്ചർ അങ്ങോട്ട് വേരിയേഷൻ വരാം. അവിടെ എന്ത് ചെയ്യാം? നമുക്ക് കറക്റ്റ് ഒരു ആക്യുറേറ്റ് ടെമ്പറേച്ചർ കിട്ടാതെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ വയ്ക്കുന്ന ഒരു പെർ യൂണിറ്റ് ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? മെഷർമെന്റ്സ് എടുക്കാൻ പോകുന്നത്. സോ ഈ ഒരു സോളാർ കോൺസ്റ്റന്റ് ടേം കൊണ്ട് മീൻ ചെയ്യുന്ന സോളാർ കോൺസ്റ്റന്റ് is defined as the amount of solar radiation received per unit time by per unit area of a perfectly black surface placed at the mean distance of the earth from the sun. That is at a right angle to the sun rays at a noon in the absence of the atmosphere on the mean solar day. അതായത് എന്ത് ചെയ്യുക? ഈ സോളാർ കോൺസ്റ്റന്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ സണ്ണിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സൂര്യപ്രകാശം എർത്തിന്റെ സർഫസ് മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ വയ്ക്കുക. അവിടെ നമ്മൾ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ കൂടി നമ്മൾ ഒബ്സർവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഉച്ച സമയമാണ് നമുക്ക് എന്താ ചെയ്യുന്നത്? നമുക്ക് 90 ഡിഗ്രിയിൽ സൺറൈസ് നമ്മുടെ എർത്തിന്റെ സർഫസിൽ വരുന്നത്. ഉച്ച സമയത്ത് നമ്മുടെ സൺ ഇവിടെ വരും, ഇങ്ങനെ ഡയറക്റ്റ് സൺറൈസ് കിട്ടും. ബാക്കിയെല്ലാം ആംഗുലർ വേരിയേഷൻ വെച്ചിട്ട് വരും. സൺ ഇവിടെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ആംഗിൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. നമുക്ക് ഈ ഒരു സോളാർ കോൺസ്റ്റന്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? സോളാർ കോൺസ്റ്റന്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ഇവിടെ ഒരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്താണ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ സൺലൈസ് റേസ് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു സോളാർ കോൺസ്റ്റന്റ് മീൻ ചെയ്യുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു സോളാർ കോൺസ്റ്റന്റ് മെഷർ ചെയ്യാൻ പറ്റും? അതാണ് അടുത്ത ചോദ്യം. എങ്ങനെ നമുക്ക് സോളാർ കോൺസ്റ്റന്റ് മെഷർ ചെയ്യാൻ പറ്റും? ഈ സോളാർ കോൺസ്റ്റന്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട്
ഡിവൈസസ് ഉണ്ട്. അപ്പോൾ ആ ഡിവൈസിനെ മൊത്തത്തിൽ പറയുന്നത് പെർ ഹീലിയോമീറ്റർ എന്ന് പറയും. ഓക്കെ, സ്പെല്ലിംഗ് എഴുതരാം. ദാറ്റ് ഈസ് POR ഹീലിയോമീറ്റർ. ഓക്കെ, പെർ ഹീലിയോമീറ്റർ. ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സോളാർ കോൺസ്റ്റന്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഈ ഒരു വേർഡ് വരുന്നതിന് കാരണം ഈ പൈറോ, PORO, പൈറോ മീൻസ് ഫയർ, ഫയർ. അടുത്ത് ഹീലിയോസ്, ഹീലിയോസ് മീൻസ് that stands for sun. അടുത്ത് ഈ മെട്രോ, അത് എന്താണ്, മെട്രോ മീൻസ് അവിടെ നമുക്ക് വരുന്ന മെഷർ എന്നാണ്. ഓക്കെ, അതാണ് ആ ഒരു വേർഡിന്റെ മീനിങ്. വേർഡിന്റെ മീനിങ് എക്സാമിന് ചോദിക്കില്ല, പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, പെർ ഹീലിയോമീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോളാർ കോൺസ്റ്റന്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ സോളാർ കോൺസ്റ്റന്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി ഒരു ഡിവൈസ് നമ്മൾ രണ്ട് തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. രണ്ട് തരം, നമുക്ക് 3 തരത്തിലുള്ള പെർ ഹീലിയോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തേതാണ് ഇവിടെ പറയുന്നത് വാട്ടർ ഫ്ലോ പെർ ഹീലിയോമീറ്റർ. ഓക്കെ, വാട്ടർ ഫ്ലോ per helimeter. Second one ആണ്, that is the water stir per helimeter. Water stir per helimeter. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് പഠിക്കാനില്ല. ഇതിന് നിങ്ങൾ പേര് മാത്രം പഠിച്ചാൽ മതി. വാട്ടർ ഫ്ലോ പെർ ഹീലിയോമീറ്ററും വാട്ടർ സ്റ്റിർ പെർ ഹീലിയോമീറ്ററും എന്ത് ചെയ്താൽ മതി, പേര് മാത്രം പഠിച്ചാൽ മതി. നമുക്ക് മൂന്നാമത്തേട് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്, ഇത് നമ്മൾ അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ആംസ്ട്രോങ് കോമ്പൻസേഷൻ പെർ ഹീലിയോമീറ്റർ. ആംസ്ട്രോങ്സ് കോമ്പൻസേഷൻ പെർ ഹീലിയോമീറ്റർ. ഓക്കെ, അപ്പോൾ മൂന്നെണ്ണം നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഉള്ളത്. അതിൽ മൂന്നാമത്തെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റഡി ചെയ്യുന്നത്. നമുക്ക് ബാക്കി രണ്ടും വേണ്ട. അപ്പോൾ അത് രണ്ടും വേറെ മെത്തേഡ്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ നോക്കുന്നത് നമ്മൾ ഈ ഒരു കോമ്പൻസേഷൻ പെർ ഹീലിയോമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും സിംപിളസ്റ്റും ഈസിയസ്റ്റും ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു ആംസ്ട്രോങ്സ് പെർ ഹീലിയോമീറ്റർ എന്ന് പറയുന്നത്. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാനും അതേപോലെ തന്നെ വർക്ക് ചെയ്യാനും പറ്റുന്ന ഒരു ഡിവൈസ് ആണ് ഈ ഒരു ആംസ്ട്രോങ്സ് പെർ ഹീലിയോമീറ്റർ. അപ്പോൾ നിങ്ങൾ അപ്പാരറ്റസ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കിട്ടും. ശരിക്കും നമ്മളൊരു ടെലസ്കോപ്പ് പോലെ ഒരു ഡിവൈസ് ആണ്. ഇങ്ങനെ സിലിണ്ടറിക്കൽ ഷേപ്പിലിരിക്കും. ജസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു സ്റ്റാൻഡും കൂടി കാണും, ഒരു ട്രൈപോഡ് പോലത്തെ സ്റ്റാൻഡും കൂടി കാണും. ഓക്കെ, അപ്പോൾ ഇതാണ് ആംസ്ട്രോങ് പെർ ഹീലിയോമീറ്റർ എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള സർക്യൂട്ട് ഒക്കെ നമുക്ക് നോക്കാം എന്താണെന്ന്. ഒരു സർക്യൂട്ട് ബേസ് ചെയ്ത് നമ്മൾ തെർമോകപ്പിൾ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് ഈ ഒരു ആംസ്ട്രോങ് പെർ ഹീലിയോമീറ്റർ എന്ന് പറയുന്നത്. ഇത് ഡിസൈൻ ചെയ്ത് ആംസ്ട്രോങ് സയന്റിസ്റ്റ് ആണ്. ഇത് ഏറ്റവും സിംപിളസ്റ്റും അതുപോലെ തന്നെ വെർസറ്റൈൽ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ കോൺഗ്രസ് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ കോൺഗ്രസ് ആണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ് വാല്യൂസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇപ്പോൾ SI യൂണിറ്റ്, മീറ്ററിന്റെ SI യൂണിറ്റ്, അതേപോലെ തന്നെ മാസിന്റെ SI യൂണിറ്റ്, ടൈം 1 സെക്കൻഡ് എത്രയാണ്, ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആരാണ്, ഇതൊക്കെ ഈ ഒരു ഇന്റർനാഷണൽ മെറ്റീരിയോളജിക്കൽ കോൺഗ്രസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അമേരിക്കയിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അവരാണ് SI യൂണിറ്റുകളൊക്കെ ഡിറ്റർമിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ അതേപോലെ ആ ഒരു യൂണിയൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ സ്റ്റാൻഡേർഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി രണ്ടും കുറച്ച് കോംപ്ലിക്കേറ്റ് ആണ്, അപ്പോൾ അത് നമുക്ക് ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നോക്കാം. ഇതിൽ ഒരു 2 പ്ലേറ്റ് കാണും, 2 ബ്ലാക്ക് ആൻഡ് മെറ്റൽ സ്ട്രിപ്പ് കാണും. അത് നമുക്ക് പ്ലാറ്റിനം ആയിരിക്കും എടുക്കുന്നത്. ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം, വർക്കിംഗ് പറയുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നതാണ്. ഇപ്പോൾ 2 പ്ലേറ്റ് കാണും. ഈ 2 പ്ലേറ്റിൽ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് നമ്മൾ സോളാർ റേഡിയേഷൻ അബ്സോർബ് ചെയ്യാൻ വെച്ചിരിക്കും, മറ്റൊന്നല്ലാതെ നമ്മൾ ഇലക്ട്രിക്കലി മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സോളാർ റേഡിയേഷന്റെ വാല്യൂ അതേപോലെ തന്നെ ഈ ഇലക്ട്രിക്കലി ഹീറ്റ് ചെയ്യുന്ന വാല്യൂ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഒരു ഗാൽവനോമീറ്റർ വെച്ചിരിക്കും. അപ്പോൾ ഇവിടെ എപ്പോഴാണ് ഈ ഗാൽവനോമീറ്ററിന്റെ റീഡിങ്സ് ഒക്കെ നമുക്കൊരു കോമ്പൻസേറ്റ് അല്ലെങ്കിൽ ഒരു എന്ത് കിട്ടുന്നത്, സീറോ ഡിഫ്ലക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ടൈമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോമ്പൻസേഷൻ ആയിട്ട് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഇത് ശരിക്കും വർക്ക് ചെയ്ത് നമ്മുടെ മീറ്റർ ബ്രിഡ്ജ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വെയ്റ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് +2 നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. വെയ്റ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ, വെയ്റ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. അപ്പോൾ അതേപോലെ ആ ഒരു ബ്രിഡ്ജ് റിലേഷൻ പോലെ എന്ത് ചെയ്യുന്നത്, ഇത് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ബ്രിഡ്ജിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആ ബ്രിഡ്ജിൽ ആ ഒരു റെസിസ്റ്റൻസിലെ വാല്യൂസ് മൂവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഗാൽവനോമീറ്ററിന് സീറോ ഡിഫ്ലക്ഷനിൽ കൊണ്ടെത്തിക്കും. പിന്നീട് അവിടെ ലെങ്ത് മെഷർ ചെയ്തായിരിക്കും നമ്മൾ അവിടുത്തെ വാല്യൂസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അതേപോലത്തെ ഒരു മെഷർമെന്റ് ആണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ 2 വാല്യൂസിനെയും കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് വാല്യൂ എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതിനെ കോമ്പൻസേഷൻ പെർ ഹീലിയോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക, എങ്ങനെയാണ് ആ പേര് വന്നതിനെ കുറിച്ചിട്ട്. ബിക്കോസ് the solar energy absorbed by a black-head metal strip is compensated or balanced by the heat produced by a no electrical current passing through the identical metal strip. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ കോമ്പൻസേഷൻ പെർ ഹീലിയോമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഡിസൈനിലും സർക്യൂട്ടിലോട്ടൊക്കെ പോവാം.
ഇത്രയാണ് നമുക്ക് ആദ്യം ഇൻട്രൊഡക്ടറി നോക്കേണ്ടത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഡിവൈസിനെ കുറിച്ചാണ്. ഈ ഡിവൈസിൽ നമുക്ക് ഒരു സർക്യൂട്ട് വരയ്ക്കാം. രണ്ട് മെറ്റൽ സ്ട്രിപ്പ് ഉണ്ട്. രണ്ടും സെയിം ഐഡന്റിക്കൽ ആയിട്ടുള്ള മെറ്റൽ സ്ട്രിപ്സ് ആയിരിക്കും. ഇത് ഒന്നാമത്തെ സ്ട്രിപ്പ്. ഇത് മെറ്റൽ സ്ട്രിപ്പ് എന്ന് പറയുന്നത് പ്ലാറ്റിനം ആയിരിക്കും. ബ്ലാക്ക് കോട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റിനം മെറ്റലാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ കാണുന്ന മൊത്തം അപ്പാരറ്റസ് ഞാൻ നേരത്തെ പറഞ്ഞ ടെലസ്കോപ്പിനകത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, ടെലസ്കോപ്പ് പോലത്തെ ഒരു ഡിവൈസിനകത്താണ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ എൻഗൾഫ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ രണ്ട് മെറ്റൽ സ്ട്രിപ്പ് ഉണ്ട്. രണ്ട് പ്ലാറ്റിനം ബ്ലാക്ക് ആൻഡ് ആയിട്ടുള്ള പ്ലാറ്റിനം മെറ്റൽ സ്ട്രിപ്പ് ആണ്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ദേ ആർ എക്സാക്ട്ലി സിമിലർ ഇൻ സൈസ് ആയിരിക്കും. സൈസ് സിമിലർ ആയിരിക്കും, അതേപോലെ ഷേപ്പ് സിമിലർ ആയിരിക്കും. എല്ലാം എന്തായിരിക്കും നമ്മൾ ഒരു ട്യൂബിനകത്തായിരിക്കും മൗണ്ട് ചെയ്ത് വെക്കുന്നതാണ് ടെലസ്കോപ്പ് ഉള്ള ട്യൂബ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്ക്രീൻ യൂസ് ചെയ്യുന്നത് ശരിക്കും ഒരെണ്ണം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, സൺലൈറ്റിൽ എക്സ്പോസ് ചെയ്താൽ മതി. ഇതിപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് എ എന്ന് പറയുന്ന മെറ്റൽ സ്ട്രിപ്പ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഇത് എന്താവട്ടെ, ഇത് ബി എന്ന് പറയുന്ന മെറ്റൽ സ്ട്രിപ്പ് ആവട്ടെ. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റിന് എന്ത് ചെയ്യാം, കവർ ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ ഇതിനെ ഞാൻ കവർ ചെയ്ത് വെച്ചു. ഇതിൽ സൺലൈറ്റ് വീഴത്തില്ല, ഇതിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, സണ്ണിന്റെ ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യത്തുള്ളൂ. കണ്ടോ, റേഡിയേഷൻ വന്ന് ഹിറ്റ് ചെയ്യും. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്നുകിൽ ബി വെക്കുക, അല്ലെങ്കിൽ എന്ത് എ വെക്കുക. രണ്ടും സെയിം ആണ്. സർക്യൂട്ട് വയ്ക്കുമ്പോൾ കുറച്ച് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഇതില് ഏതെങ്കിലും ഒന്നിന് സോളാർ റേഡിയേഷൻ എക്സ്പോസ് ചെയ്ത് വെക്കുക, ഏതെങ്കിലും ഒന്നിനെ അടച്ചു വെക്കുക, അങ്ങനെ പറയുന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ എ മാത്രം അടച്ചു വെക്കുക, ബി വയ്ക്കുക, അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഏത് വേണമെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അതനുസരിച്ച് അവിടെ റീഡിങ്സ് ഒന്ന് മാറ്റി എടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബി എന്ന് പറയുന്ന സ്ട്രിപ്പിന് നമുക്ക് എന്ത് ചെയ്യണം, ഹീറ്റ് ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ബി ആണ് ക്ലോസ് ചെയ്ത് വെച്ച്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു, ബി വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എ ഞാൻ തുറന്നു വെച്ചിരിക്കണം. അപ്പൊ എ നമുക്ക് ഹീറ്റ് എനർജി, സണ്ണിന്റെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യാനും ബി നമുക്ക് ഇലക്ട്രിക്കലി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു. ഓക്കെ, അപ്പൊ അതിൽ ഇനി സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാം. സർക്യൂട്ട് മീൻസ് ഇത് നമുക്ക് ബി എന്ത് ചെയ്യണം, ഹീറ്റ് ചെയ്യണം. അപ്പോൾ ഒരു മെറ്റൽ സ്ട്രിപ്പിനെ ഹീറ്റ് ചെയ്യണം എന്ത് ചെയ്താൽ മതി, ഒരു പൊട്ടൻഷ്യൽ ഒരു കണക്ട് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഇതിനൊരു ബാറ്ററി സോഴ്സ് ഒരു കണക്ട് ചെയ്തു, ഒരു ബാറ്ററി ഇതിനെ ഹീറ്റ് ചെയ്യാനായിട്ട്. ഇനി എത്രത്തോളം കറണ്ട് ഒരു പോകുന്നു അറിയാനായിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഒരു അമ്മീറ്റർ കണക്ട് ചെയ്യുക. അമ്മീറ്ററിന്റെ കൂടെ എന്ത് ചെയ്യണം, ഒരു റിയാക്ടർ കണക്ട് ചെയ്യുക. കാരണം നമുക്കൊരു വേരിയേഷൻ കൊടുക്കണം. കറണ്ട് വേരിയേഷൻ ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, we have to increase the temperature. Okay, ഒരു അമ്മീറ്റർ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിയോസ്റ്റാറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഈ ഒരു ബി എന്ന് പറയുന്ന മെറ്റാലിക് സ്ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു സർക്യൂട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സർക്യൂട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓൾട്ട് മീറ്റർ കണക്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ സർക്യൂട്ട് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഓൾട്ട് മീറ്റർ എപ്പോഴും സർക്യൂട്ടിന് പാരലൽ ആയിട്ട് അമ്മീറ്റർ എപ്പോഴും സീരീസ് ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, കണക്ട് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അല്ലാതെ താഴെ ഓൾട്ട് മീറ്റർ മുകളിൽ അമ്മീറ്റർ വരച്ച് വെക്കില്ല, അത് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഓൾട്ട് മീറ്റർ നമ്മൾ പാരലൽ ആയി കണക്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വർക്ക് ചെയ്യത്തുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് ബിയിലുള്ള കണക്ഷൻ. അപ്പോൾ ബി നമുക്ക് ഇവിടെ സ്വിച്ച് ഓൺ ചെയ്തിട്ട് അല്ലെങ്കിൽ റിയോസ്റ്റാറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത് ഹീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടുത്തെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റും. ഇനി നമ്മളൊരു തെർമോകപ്പിൾ യൂസ് ചെയ്യണം. അതായത് എനിക്ക് തെർമോകപ്പിളിൽ ഈ ബി എന്ന് പറയുന്ന റീജിയൻ, തെർമോകപ്പിൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല എന്താണ് തെർമോകപ്പിൾ എന്ന്. തെർമോകപ്പിൾ രണ്ട് മെറ്റൽസ് വെച്ചായിരിക്കും ഉണ്ടാക്കുന്ന ഒരു കോപ്പർ കോൺസ്റ്റന്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ അയൺ കോൺസ്റ്റന്റ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ജംഗ്ഷൻ മീൻസ് കോപ്പർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള തെർമോകപ്പിൾ ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കൊടുക്കുന്നത്. ഒരു തെർമോകപ്പിൾ ഇവിടെ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ കോപ്പർ വയറാന്ന് വെച്ചിരിക്കുക. ഇനി നമ്മൾ കോൺസ്റ്റന്റ് വയർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, കോൺസ്റ്റന്റ് വയർ. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു ഗാൽവനോമീറ്റർ കൂടി കണക്ട് ചെയ്യുവാണ്. ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്താണ് എന്തെങ്കിലും ഒരു വയർ ജോയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് രണ്ട് തെർമോകപ്പിൾ ആയിട്ടുണ്ട്, ഉണ്ടല്ലോ. തെർമോകപ്പിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഗാൽവനോമീറ്ററോട് നമ്മൾ എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. തെർമോകപ്പിൾ ജംഗ്ഷൻ മസ്റ്റ് ബി ഇലക്ട്രിക്കലി ഇൻസുലേറ്റഡ് ഫ്രം ദ സ്ട്രിപ്സ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നോക്കുക, ഇത് തെർമോകപ്പിളിന്റെ പോയിന്റ് ഈ മെറ്റാലിക് സ്ട്രിപ്പുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, തട്ടാൻ പാടില്ല. ഓക്കെ, തെർമോകപ്പിൾ ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമുക്ക് തെർമോകപ്പിൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് വേണ്ട, തെർമോകപ്പിൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ എക്സ്ട്രാ ഒരു സോഴ്സ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, ഷീൽഡിങ് കൊടുത്തിരിക്കണം. ഓക്കെ, ഷീൽഡിങ് മീൻസ് ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ഈ മെറ്റാലിക് സ്ട്രിപ്പുമായിട്ട് ഇവിടെ ടച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, മെറ്റാലിക് സ്ട്രിപ്പ് ടച്ച് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഒരു ഇൻസുലേഷൻ കൊടുത്തിരിക്കുക, ജസ്റ്റ് ഒന്ന് ഇലക്ട്രിക്കലി ഇൻസുലേറ്റ് ആയിരിക്കണം. അതാണ് അത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം. ഇത്രയാണ് ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിവൈസ് ഇത്രയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ വർക്കിംഗ് ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു രണ്ട് ഇതിനെ എയും ബിയും എന്ത് ചെയ്യുക, റേഡിയേഷനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. അല്ലെങ്കിൽ സണ്ണിന്റെ റേഡിയേഷൻസ് അത് മൊത്തത്തിൽ ലിഡ് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. മൊത്തത്തിൽ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്ത് വെക്കുക. ഇവിടെ നമ്മൾ സൺറൈസ് എന്ത് ചെയ്യാൻ പാടില്ല, എക്സ്പോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ രണ്ടും ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ രണ്ടും മൂടി വെക്കുക സണ്ണിന്റെ സോളാർ റേഡിയേഷൻ. ഇനി ഇപ്പൊ ഈ ഒരു സമയത്ത് രണ്ടും എന്തായിരിക്കും, സെയിം ടെമ്പറേച്ചറിലായിരിക്കും. ഓക്കെ, കാരണം ഇപ്പൊ നമുക്ക് വേറെ ടെമ്പറേച്ചർ വേരിയേഷൻ ഇല്ല. ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കുകയുള്ളൂ, തെർമോകപ്പിളിൽ ഡിഫ്ലക്ഷൻ വരത്തുള്ളൂ.
അപ്പോൾ ഈ ഒരു ടൈമിൽ അവിടെ നമുക്ക് എന്തില്ല, ടെമ്പറേച്ചർ വേരിയേഷൻ ഇല്ല. സോ രണ്ടും ഇപ്പോൾ സെയിം ടെമ്പറേച്ചറിലാണ്. അതുകൊണ്ട് തന്നെ ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ ഇപ്പോൾ എന്തായിരിക്കും, ഈ ഒരു ടൈമിൽ നമ്മളിവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കണം, കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് ആയ സമയത്ത് സൺഡേ റേഡിയേഷൻ ഇവിടെ മുകളിലുണ്ട്, സോളാർ റേഡിയേഷൻസ് ഇങ്ങനെ ഉണ്ട്, പക്ഷേ കംപ്ലീറ്റ് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്തില്ല, ഇനി അതോട്ട് വരത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഗാൽവനോമീറ്റർ ക്ലോസ് ആക്കിയിട്ടുണ്ട്. ഗാൽവനോമീറ്ററിൽ റീഡിങ്സ് നമുക്ക് 0 കിട്ടുന്നത്. ഇനി അടുത്ത നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത്, ഈ എയെ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, എയെ മാത്രം ഞാൻ അവിടെ ഇപ്പോൾ സൺലൈറ്റിൽ എക്സ്പോസ് ചെയ്യണം. അപ്പോൾ ബി ഇപ്പോഴും ഈ ക്ലോസ്ഡ് ആണ്. അപ്പോൾ എയിൽ മാത്രം എന്ത് ചെയ്യുന്നു, സൺലൈറ്റ് വന്നിങ്ങനെ വീഴുന്നുണ്ട്, കണ്ടോ. അപ്പോൾ എയിലൂടെ സൺലൈറ്റ് വരുന്ന സമയത്ത് there is a strip A alone is exposed to solar radiations at the temperature of air rises and a thermo EMF is developed across the thermocouple. എന്ത് ചെയ്യും, ഇപ്പോൾ ബി നോർമലി ഇപ്പോൾ നമ്മൾ സർക്യൂട്ട് ഒന്നും ഓൺ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ബി നമുക്ക് ടോൾ റീജിയനിലായിരിക്കും. എ നമുക്ക് എന്ത് ചെയ്തു, ഇത് വന്ന് വീഴുന്ന സമയത്ത് ഇവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, വീഴുന്ന സമയത്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ എന്ത് ചെയ്യുക, തെർമോകപ്പിളിൽ ഈ ഒരു ഭാഗം ചൂടാവും. അപ്പോൾ ഇത് ഹോട്ട് റീജിയനും ഇത് കോൾഡ് റീജിയനുമായി. അപ്പോൾ ഗാൽവനോമീറ്റർ എന്ത് ചെയ്യും, ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഡിഫ്ലക്ഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഗാൽവനോമീറ്റർ നമുക്ക് ഈ ഒരു ഗാൽവനോമീറ്റർ ഇങ്ങോട്ട് ഡിഫ്ലക്ഷൻ കാണിച്ചു, ഉണ്ടോ. ഈ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ റിയോസ്റ്റാറ്റിനെ ഇങ്ങനെ മൂവ് ചെയ്യുക. റിയോസ്റ്റാറ്റിൽ ആ ഒരു അറിയില്ല മൂവിങ് ഹെഡ് മൂവ് ചെയ്ത് ഇവിടുത്തെ കറണ്ട് എന്ത് ചെയ്യുക, കറണ്ട് കൂട്ടുക. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പൊ ഇത് ഹോട്ട് റീജിയൻ ആയതുകൊണ്ടാണ് ഇവിടെ കോൾഡ് റീജിയൻ ആയിട്ട് ഇവിടെ നമുക്ക് ആ ഒരു ഡിഫ്ലക്ഷൻ കാണിച്ചത്. പക്ഷെ ഞാൻ ഇനി ഇതിനെ എന്ത് ചെയ്യുന്നു, ഇതിനെ കൂടി ചൂടായി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ 10°C ആയി, 10°. ഇവിടെ ഇപ്പോൾ 0° ഉള്ളൂ. 0 എന്നല്ല റൂം ടെമ്പറേച്ചർ ആയിരിക്കും. എക്സാമ്പിൾ നമുക്ക് ഇവിടെ 32 നിൽക്കാം. ഇത് 32, ഇതിപ്പോൾ ഒരു 70° ആണ് ഇരിക്കുന്നത്. സൺലൈറ്റ് അടിച്ച് 70°, ഇത് 32. അപ്പോൾ ഞാൻ ഇവിടെ ഈ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് കുറച്ച് കറണ്ട് കൂടുതൽ പാസ് ചെയ്തു. ഇവിടുത്തെ ടെമ്പറേച്ചർ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ മാറ്റിയിട്ട് ഞാൻ 70°C ആക്കി. അപ്പോൾ ആ ഒരു സമയത്ത് വീണ്ടും ഗാൽവനോമീറ്റർ റീഡിങ്സ് എന്തായിട്ട് മാറും, ഗാൽവനോമീറ്ററിന്റെ റീഡിങ്സ് നമുക്ക് അവിടെ 0 ആയിട്ട് മാറും. കാരണം എന്ത് ചെയ്തു, ഇപ്പോൾ ഞാൻ അവിടെ നള്ളിഫൈ ചെയ്തു. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് എ ആൻഡ് ബി ആർ ദ സെയിം ടെമ്പറേച്ചർ. ഓക്കെ, എ എന്ന് പറയുന്നത് എന്ത് ചെയ്തു, സോളാർ റേഡിയേഷൻ വഴി ഹീറ്റ് ചെയ്തു. ബി എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു, ഇലക്ട്രിക്കൽ കറണ്ട് വഴി ഹീറ്റ് ചെയ്തു. അങ്ങനെ രണ്ടും എന്ത് ചെയ്തു, ഇപ്പോൾ സെയിം ടെമ്പറേച്ചറിൽ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ എന്ത് ചെയ്യാം, ഈ ഒരു മെക്കാനിക്കൽ ക്വാളിറ്റി, രണ്ട് സ്ട്രിപ്സിന്റെയും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, ഇപ്പോൾ രണ്ടും 100% ഒരു ഐഡന്റിക്കൽ സ്ട്രിപ്സ് ആവണമെന്നില്ല. നമ്മൾ എത്രത്തോളം എടുത്താലും അവിടെ എന്ത് ചെയ്യാം, 100% ഒരു ഐഡന്റിക്കൽ സ്ട്രിപ്പ് ആവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്കിവിടെ വേരിയേഷൻസ് വരാം. ഓക്കെ, അപ്പോൾ വേരിയേഷൻസ് വരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ വേരിയേഷൻസ് ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ ഈ രണ്ട് സ്ട്രിപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, മാറ്റുക. ഒന്ന് എന്ത് ചെയ്യണം, ഈ സർക്യൂട്ട് മൊത്തം എടുത്ത് എയിൽ കൊടുക്കണം. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇപ്പൊ ഈ രണ്ട് മെക്കാനിക്കൽ സ്ട്രിപ്പിലും നമുക്ക് എന്ത് ചെയ്യാം, വേരിയേഷൻസ് വരാം. ഇപ്പൊ എയും ബിയും എത്രത്തോളം ഐഡന്റിക്കൽ ആയാലും അതിന്റെ ഡയമെൻഷനലി ചെറിയ ചെറിയ വേരിയേഷൻസ് വരാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഈ എക്സ്പെരിമെന്റ് 2 തവണ റിപ്പീറ്റ് ചെയ്യണം. ഒന്ന്, ഈ ബി എന്ന് പറയുന്ന ഈ ഒരു കോയിലിനെ, ഈ ഒരു സ്ട്രിപ്പിനെ എന്ത് ചെയ്യുക, സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യുക. തൊട്ടടുത്ത സമയം എന്ത് ചെയ്യണം, എ എന്ന് പറയുന്ന സ്ട്രിപ്പിനെ, ഈ ഒരു സ്ട്രിപ്പിനെ മൊത്തത്തോടെ എടുത്ത് ഇവിടെ വെക്കുക, ബിനെ എടുത്ത് ഇവിടെ വെക്കുക. അപ്പോൾ ബി എന്താവും, സോളാർ റേഡിയേഷൻ എക്സ്പോസ്ഡ് ആവും. എ എന്താവും, നമ്മുടെ ഈ സർക്യൂട്ടിലാവും. അപ്പോൾ നമുക്ക് രണ്ട് സെറ്റ് റീഡിങ്സ് കിട്ടുന്നുള്ളൂ. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്താൽ മതി, കുറച്ചുകൂടി ആക്യുറസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം, ഇവിടുത്തെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആവറേജ് കറണ്ടും അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഇവിടെ എത്രത്തോളം കറണ്ട് പോകുന്നത്, അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ട് എത്രത്തോളം വോൾട്ടേജ് ആണ് ഇവിടെ ഹീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു മെഷർമെന്റ് എന്ത് ചെയ്യുക, അവിടെ നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം അത്ര മാത്രമേ ഉള്ളൂ. സൺലൈറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെമ്പറേച്ചർ ഒന്നും എന്ത് ചെയ്യണ്ട, നോട്ട് ചെയ്യണ്ട. അപ്പോൾ ഈ ഒരു ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇലക്ട്രിക് കറണ്ട്, എച്ച് എന്ത് കിട്ടും, ഹീറ്റ് എനർജിയാണ്. നമുക്ക് എന്ത് ചെയ്തത്, I/V. ഓക്കെ, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് എന്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കോമ്പൻസേറ്റ് ചെയ്തല്ലോ. അപ്പോൾ ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള കറണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് കിട്ടിയത്. എത്രത്തോളം കറണ്ട് ഇവിടെ വന്നോ അതനുസരിച്ചുള്ള കറണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ ഈക്വലന്റ് കറണ്ട് ആണ് ഇവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കറണ്ടിന്റെ വാല്യൂ ശരിക്കും ഇതിന്റെ വാല്യൂ ആയിട്ട് എന്ത് ചെയ്യും, മാറും. അപ്പോൾ ആ ഒരു സമയത്ത് എ എന്ന് പറയുന്നത് ഈ ഒരു ലെറ്റ് എ ബി ദ മീൻ ഏരിയ ഓഫ് ദ സ്ട്രിപ്പ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു. അപ്പോൾ ആ ഒരു സ്ട്രിപ്പിന്റെ മീൻ ഏരിയ ഞാൻ എന്ത് എടുക്കുന്നു, എ എന്ന് എടുക്കുവാണ്. ആൻഡ് ആൽഫ എന്താണ് എടുക്കുന്നത്, ഈ എയും ഇത് വെച്ച് മാറി നമ്മുടെ എയും ബി രണ്ട് സ്ട്രിപ്പ് കാണിച്ചു. ഇതെന്താണ്, ഇത് ഏരിയ ആണ്. എ വിൽ ബി ദ ഏരിയ ആൻഡ് ആൽഫ എന്ന് പറയുന്ന അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ആണ്. നമ്മൾ ഒരു മെറ്റൽ സ്ട്രിപ്പ് ഉണ്ട്, അതിന്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ആണ് ആൽഫ എന്ന് പറയുന്നത്. എത്രത്തോളം എനർജി അബ്സോർബ് ചെയ്യുന്നു ആണ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇനി സോളാർ കോൺസ്റ്റന്റ് ഡെഫിനിഷൻ അനുസരിച്ചിട്ട്, then from the definition of solar constant, the total amount of energy absorbed by the exposed strip. അപ്പോൾ ആ ഒരു എക്സ്പോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ട്രിപ്പ് അബ്സോർബ് ചെയ്ത ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി എത്രയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ എസ് ഇൻറ്റു എ. ഓക്കെ, അപ്പോൾ ഈ ആൽഫ എസ് എന്ന് പറയുന്നത് എന്ത്, അവിടെ ടോട്ടലി എക്സ്പോസ് ചെയ്ത ആ ഒരു മെറ്റാലിക് സ്ട്രിപ്പ് ഇപ്പോൾ അബ്സോർബ് ചെയ്ത എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബി എന്ന് പറയുന്ന ഈ ഒരു മെറ്റാലിക് സ്ട്രിപ്പ്
നമ്മൾ എന്ത് ചെയ്തു, ഹീറ്റ് എനർജി കൊടുത്ത്, കറണ്ട് കൊടുത്ത് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഈ ആൽഫ എസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു എ എന്ന് പറയുന്ന ഈ ഒരു മെറ്റാലിക് സ്ട്രിപ്പ് സോളാർ റേഡിയേഷൻ അബ്സോർബ് ചെയ്തുകൊണ്ട് ഹീറ്റ് ചെയ്ത് കിട്ടുകയാണ് എന്ത്, ഈ ഒരു ആൽഫ എസ് എന്ന് പറയുന്നത്. ഇവിടെ ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന സമയത്ത് ഇതും എയും ബിയും എന്തായിരിക്കും, നമുക്കവിടെ എയും ബിയും ഈക്വൽ ആവും. ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം, എസ് ആൽഫ എ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ബി എന്ന് കിട്ടും. ഓക്കെ, അവിടുത്തെ വോൾട്ടേജും കറണ്ടും എന്തായിരിക്കും, ഡയറക്ട്ലി ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈക്വലന്റ് ആയിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, എസ് ദാറ്റ് ഇസ് സോളാർ കോൺസ്റ്റന്റ് എസ് ഇസ് ഈക്വൽ ടു ഐ വി ബൈ ആൽഫ എ എന്ന് കിട്ടും. ഓക്കെ, ഐ വി ബൈ ആൽഫ എ. ഇനി ഈ സോളാർ കോൺസ്റ്റന്റ് എന്ത് ചെയ്യണം, നമുക്ക് അവിടെ അതിൽ അറ്റ്മോസ്ഫിയറിക് വേരിയേഷൻസ് വരാം. ഓക്കെ, കറക്ഷൻ ഫാക്ടർ കൂടി കൊണ്ടുവരണം. കാരണം ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എസ് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പറഞ്ഞല്ലോ, സണ്ണിന്റെ ടെമ്പറേച്ചർ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, എർത്തിൽ കിട്ടുന്നില്ല, അവിടെ അറ്റ്മോസ്ഫിയറിക് വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കറക്ഷൻ ടേം കൂടി നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് ഒരു ടേം കൂടി കൊണ്ടുവന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അവിടെ കൊണ്ടെത്തിക്കാൻ പറ്റും. അപ്പൊ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ എന്ത് ചെയ്യുക, ഓരോ എലിവേഷനിലും സണ്ണ് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് സണ്ണിന്റെ ടെമ്പറേച്ചർ ആണ്. അപ്പൊ അതിനാണ് നമ്മൾ സോളാർ കോൺസ്റ്റന്റ് ടേം കൊണ്ടുവരുന്നത്. അപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളിപ്പോൾ നൂൺ ടൈമിലാണ് ഒബ്സർവ് ചെയ്തത്. ഇനി എന്ത് ചെയ്യുക, ഓരോ ടൈമിലും സണ്ണ് ഓരോ എലിവേഷനിൽ നിൽക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യുക, ഡിഫറെന്റ് സ്കൈ കണ്ടീഷൻ, സെയിം ഡേ സെയിം കണ്ടീഷനിൽ ഡിഫറെന്റ് എലിവേഷൻ ഓഫ് സണ്ണിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് ഒന്ന് കണ്ടക്ട് ചെയ്യുക. അതായത് സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, എക്സ്പെരിമെന്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ ആ ഒരു സമയത്ത് എസ് എന്ന് പറയുന്നത്, എസ് നമ്മൾ ഇവിടെ എടുത്തു വെച്ചാൽ എസ് എന്ന് വെച്ചാൽ അത് നമ്മൾ പറയുന്ന പേരാണ് ഒബ്സർവ്ഡ് സോളാർ കോൺസ്റ്റന്റ് എന്ന് പറയും. ഓക്കെ, ഒബ്സർവ്ഡ് സോളാർ കോൺസ്റ്റന്റ്. ഇനി നമുക്ക് ഇതിനൊരു S0 എന്നൊരു വാല്യൂ കൂടി കിട്ടും. ഓക്കെ, S0 പറയുന്ന പേരാണ് ദാറ്റ് ഈസ് ദ ട്രൂ സോളാർ കോൺസ്റ്റന്റ്. എന്തുകൊണ്ട് ഒരു രണ്ട് വാല്യൂ വന്നു എന്ന് ഒന്നുകൂടി നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ കാരണം സണ്ണിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആകാശത്ത് നോക്കി ഉച്ച സമയത്ത് നോക്കിയാൽ മതി, നമുക്ക് എന്ത് കാണാൻ പറ്റും, ചില സമയത്ത് നമ്മൾ സണ്ണ് നേരിട്ട് കാണും, കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യാം, കുറച്ച് മേഘങ്ങൾ വന്നിട്ട് മൂടിയിട്ടുള്ള സണ്ണിൽ നമ്മൾ കാണും. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യണമെന്നില്ല, ഫുൾ റേഡിയേഷനോട് എത്തണം എന്നൊന്നും ഇല്ല, എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ വരാം. നമ്മൾ അറ്റ്മോസ്ഫിയറിക് വേരിയേഷൻ ഉണ്ടാവും, നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല, നമുക്ക് ആകെ കാണാൻ പറ്റുന്ന ക്ലൗഡിന്റെ കാര്യം മാത്രമാണ് വരുന്നത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതനുസരിച്ച് വാല്യൂസ് മാറാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ വാല്യൂസ് ഒക്കെ മാറിയിട്ടുള്ള ഒരു വാല്യൂ ആണ് ഈ ഒബ്സർവ്ഡ് സോളാർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്ഷൻ ടേം കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കറക്ഷൻ ഫാക്ടർ കൊണ്ടുവരാം. അതാണ് S0 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് എന്താണ്, ഇറ്റ് ഈസ് കോൾഡ് ട്രൂ സോളാർ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ എസും S0 തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു S0 A C Z എന്ന് പറയും. ഓക്കെ, ഇതാണ് റിലേഷൻ. ഇതിൽ എ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ A is called transmission coefficient എന്ന് പറയും. ഓക്കെ, ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ്. അല്ലെങ്കിൽ എന്ത് പറയും, കോഎഫിഷ്യന്റ് ഓഫ് ട്രാൻസ്പാരൻസി. അതായത് ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടി കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു വാല്യൂ ആണ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇനി ഇസഡ് കണ്ടോ, ഈ സീക്ക് നമ്മൾ സൈൻ എന്നൊക്കെ പറയുമ്പോൾ ട്രിഗണോമെട്രിക് വാല്യൂ ആണ്, സൈൻ കോസ് ടാൻ, അതുപോലെ തന്നെ സീക്ക്. ഓക്കെ, അതാണ് സീക്ക്, കോസീക്കിന്റെ ഇൻവേഴ്സ് സീക്ക്, അതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് കിട്ടിയല്ലോ, എ എന്തായിരുന്നു, ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് ആണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ഇസഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സെനറ്റ് ഡിസ്റ്റൻസ് ഓഫ് ദ ആംഗുലർ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സൺ. നമ്മൾ പറഞ്ഞു ഓരോ എലിവേഷനിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണമായിരുന്നു, ആ ഒരു വാല്യൂ ഡിറ്റർമിൻ ചെയ്യണമെന്ന് പറഞ്ഞു അടുത്ത സ്റ്റെപ്പിൽ. അപ്പോൾ ആ ഒരു സെനറ്റ് ഡിസ്റ്റൻസ് മീൻസ് മാക്സിമം ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ആ ഒരു ആംഗുലർ വേരിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇസഡ് എന്ന് പറഞ്ഞു കിട്ടുന്ന ആ ഒരു വാല്യൂ. ഓക്കെ, നിങ്ങളിപ്പോൾ അത് ഇസഡ് എന്ന് പഠിച്ചു വയ്ക്കുക. അവിടെ കൂടുതൽ അങ്ങ് ഡീപ്പ് ചെയ്ത് പോകണ്ട, ആൾട്ടിറ്റ്യൂഡ് ഒക്കെ എടുക്കുന്നത് നോക്കണ്ട, അതിന് വേറെ മെത്തേഡ്സ് ഒക്കെ ഉണ്ട് ആൾട്ടിറ്റ്യൂഡ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട്. ഇവിടെ ജസ്റ്റ് ഇപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇസഡ് വിൽ ബി ദ ആംഗുലർ altitude of the sun. altitude of the sun. ഓക്കെ, ഇതാണ് ആംഗുലർ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അതാണ് ഇസഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഇക്വേഷനിലോട്ട് ഒന്ന് ലോഗരിതമിക് ഫോം എടുക്കുക. കാരണം നമുക്ക് ഈ സീക്ക് എക്സിനെ ഒന്ന് താഴോട്ട് കൊണ്ടുവരണം. ഇതിപ്പോൾ ഒരു എക്സ്പെൻഷൻ ഫംഗ്ഷൻ കിടക്കുകയല്ലേ, അപ്പോൾ അതിന് താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് ലോഗ് എടുക്കുക. ദാറ്റ് ഈസ് ലോഗ് ഇസ് ഈക്വൽ ടു ലോഗ് S0 പ്ലസ് എന്ത് കിട്ടും, a raised to log e raised to x, x log x എന്ന് കിട്ടും. ദാറ്റ് ഈസ് എക്സ് എന്ന് വെച്ചാൽ ഇവിടെ സീക്ക് ഇസഡ് വരും, സീക്ക് ഇസഡ് ലോഗ് എ വരും. ഓക്കെ, ഓക്കെ,
അപ്പോൾ log s log s0 plus sec z log e എന്ന് വരും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാല്യൂ. അപ്പോൾ ഇതില് നമുക്കിനി എന്ത് ചെയ്യാം? നമ്മൾ പറഞ്ഞല്ലോ ഈ z എന്ന് പറയുന്നത് ഓരോ ആംഗുലാർ വേരിയേഷനിലുള്ള സണ്ണിന്റെ എന്താണ് പൊസിഷൻ വെച്ച് നമ്മൾ ഡിറ്റർമിൻ ചെയ്തെടുക്കുന്ന s0 വാല്യൂസ് ആണ്. ഓക്കെ, നമ്മൾ നേരിട്ടുള്ള വാല്യൂസ് മാത്രം നോക്കാതെ നമ്മൾ പല വേരിയേഷൻ, കാരണം അറ്റ്മോസ്ഫിയറിക് വേരിയേഷൻസ് ഉണ്ടാകുന്നതുകൊണ്ട് എക്സ്പെരിമെന്റ് പല തവണ പല സ്ഥലത്ത് വെച്ച് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഒരേ സെയിം ഡേയിൽ സെയിം കണ്ടീഷനിൽ അത് ഡിഫറെന്റ് പൊസിഷൻ ഓറിയന്റേഷൻ ആണ് മാറ്റുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ എന്റെ വെയിൽ വെച്ച് ഒബ്സർവ് ചെയ്യുന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇതിന്റെ തൊട്ടടുത്ത് അങ്ങനെ കൊണ്ടുപോകുന്നില്ല. ഞാൻ ഒബ്സർവ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തന്നെ എന്ത് ചെയ്യുവാണ്, ആംഗുലാർ വേരിയേഷൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ ഒരു ഫിഗർ കാണിച്ചു തന്നു. അപ്പോൾ ഈ ഇരിക്കുന്ന ഈ ഡിവൈസ് എന്ന് പറയുന്ന ഈ ഒരു ട്യൂബിനകത്താണ് ഈ ഡിവൈസ് മൊത്തത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ക്ലോസ് ചെയ്യാൻ ഓപ്പൺ ചെയ്യാൻ ലിഡ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അത് വെച്ച് ക്ലോസ് ചെയ്യാൻ ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. ഇതൊരു ട്രൈപോഡിനകത്ത് ഇരിക്കുന്ന പോലെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് വെച്ചിരിക്കുവാണ്, നമ്മൾ ടെലസ്കോപ്പിൽ ഇരിക്കുന്ന പോലെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനകത്ത് ആംഗുലാർ വേരിയേഷൻസ് ഒക്കെ നോക്കാൻ പറ്റും ഈ ഒരു ഡിവൈസിനകത്ത് തന്നെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ. അപ്പൊ അത് വെച്ചുകൊണ്ട് ഞാൻ എന്തോ ആംഗുലാർ വേരിയേഷൻസ് ഒക്കെ എടുത്തു. അപ്പൊ അതാണ് ഒരു sec z എന്ന് പറയുന്ന വാല്യൂ. അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുവാണ്, ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുവാണ്. അപ്പോൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം എന്ത് ചെയ്യുക, ആക്സിസ് മാർക്ക് ചെയ്യുക. അപ്പൊ എന്തൊക്കെയാണ് ആക്സിസ് നമുക്ക് നോക്കാം. ഇവിടുത്തെ ആക്സിസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആക്സിസ്, ഈ ഒരു ആക്സിസ് y ആക്സിസ്, ഇത് x ആക്സിസ്, ആൻഡ് ഇവിടുത്തെ ഈ ഒരു x ആക്സിസ് sec z ആണ്. ഓക്കെ, sec z ഇവിടെ വരുന്ന log s ആണ്. നമ്മുടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒബ്സർവേഷൻ വാല്യൂല് s എന്ന് പറയുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇത്? ഹലോ, പറയുന്നത് കേൾക്കാമല്ലോ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ശരി. അപ്പോൾ നമ്മളിവിടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. അപ്പോൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്തതിൽ y ആക്സിസിൽ log x ഉം ഒരു x ആക്സിൽ sec z വെച്ചാണ് എന്ത് ചെയ്തത്, ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഓരോ വാല്യൂസ് കിട്ടും. അപ്പോൾ ഈ ഒരു വാല്യൂസ് കിട്ടുന്ന എല്ലാം കൂടി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്യുക. ഓക്കെ, along the y ആക്സിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ ഈ ഒരു log x എവിടെയാണോ മീറ്റ് ചെയ്യുന്നത്, ഇവിടെ ഓരോ വാല്യൂസും വെച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ ഓരോ പോയിന്റ്സ് മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്തു. സാധാരണ ഗ്രാഫിൽ കിട്ടുന്നു. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഓരോ വാല്യൂസ് ഇങ്ങനെ കിട്ടി. ഫോർ എക്സാമ്പിൾ ഒരു വാല്യൂ, സെക്കൻഡ് വാല്യൂ, തേർഡ് ഇങ്ങനെ കിട്ടി. ഓക്കെ, അപ്പോൾ അതിനെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്തു. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എന്ത് ചെയ്യാം, ഇവിടെ ഒരു y ഇന്റർസെപ്റ്റ് ഫോം ചെയ്യാം. ഇതാണ് y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും, ഇവിടെ നമുക്ക് ഈ y ഇന്റർസെപ്റ്റ് കിട്ടുന്ന വാല്യൂ ആണ് log s0 എന്ന് പറയുന്നത്, ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ എലിവേഷനിലെയും വാല്യൂസ് വെച്ചുകൊണ്ട് ഇവിടെ ഓരോ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് ഇവിടെ y ആക്സിസിൽ നമ്മൾ എന്തെടുക്കുന്നു, ഒരു ഇന്റർസെപ്റ്റ് വാല്യൂ എടുക്കുകയാണ്. അപ്പൊ അതിനെ പറഞ്ഞ പേരാണ് s0. ഇനി s0 എടുക്കാൻ വേണ്ടി ലോഗിന്റെ ഇൻവേഴ്സ് ആന്റി ലോഗ് എടുത്താൽ നമുക്ക് s0 വാല്യൂ കിട്ടും. ഇവിടെ കിട്ടുന്ന ഇപ്പോൾ log s0 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിന്റെ ആന്റി ലോഗ് എടുത്താൽ മതി, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആന്റി ലോഗ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് s0 കിട്ടും. അപ്പൊ ഇങ്ങനെ നമ്മൾ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്ത സമയത്ത് നമുക്ക് s0യുടെ വാല്യൂ കിട്ടിയത്, ദാറ്റ് ഈസ് ദ mean value of s0 is found to be 1400 watt per meter square. Okay, അപ്പോൾ ഇതാണ് ആ ഒരു സോളാർ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് s0 is equal to 1400 watt per meter square. ഓക്കെ, ഇതാണ് ഒരു എക്സ്പെരിമെന്റൽ ഡിറ്റർമിനേഷൻ എന്തിന്റെ, സോളാർ കോൺസ്റ്റന്റ്. നമ്മൾ എയിം എന്ന് വെച്ചാൽ സോളാർ കോൺസ്റ്റന്റ് അല്ല, ഇവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ടെമ്പറേച്ചർ ഓഫ് സൺ നമുക്ക് എന്ത് ചെയ്യണം, ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇനി ടെമ്പറേച്ചർ ഓഫ് ദ സൺ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഓഫ് സണ്ണ് സർഫസ് ടെമ്പറേച്ചർ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത്. നമുക്ക് ടെമ്പറേച്ചർ സണ്ണ് സ്റ്റീഫാൻസ് ലോ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു സണ്ണ് എന്ത് ചെയ്ത് കൺസിഡർ ചെയ്താൽ മതി, ഒരു ബ്ലാക്ക് ബോഡി ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ബ്ലാക്ക് ബോഡീസിന്റെ ലോ ആണ് നമ്മൾ എന്ത് സ്റ്റീഫൻസ് ലോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്, ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു സിഗ്മ ടി റൈസ് ടു 4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതില് നമുക്ക് ആ ഒരു സ്റ്റീഫൻസ് ലോ കണ്ടുപിടിക്കാം. സ്റ്റീഫൻസ് ലോ ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു സിഗ്മ ടി റൈസ് ടു 4. ഈ ഒരു സിഗ്മ എന്താണ്, സ്റ്റീഫൻസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് സണ്ണ് ഇപ്പോൾ എന്ത് ഒരു സർഫസ് ഉള്ള ഒരു ബ്ലാക്ക് ബോഡി നമ്മൾ കൺസിഡർ ചെയ്തു. Okay, considering sun as a black body and calculating by using Stephan's law. Okay, നമുക്ക് എന്ത് കിട്ടും,
is equal to sigma T raised to 4 എന്ന് കിട്ടും. Where sigma is the Stephan's constant and T is the black body temperature of the sun. T എന്ന് പറയുന്ന സണ്ണിന്റെ ബ്ലാക്ക് ബോഡി ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി റേഡിയേഷൻ എമിറ്റഡ് ബൈ ദ സൺ പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഒരു കാര്യം ശ്രദ്ധിക്കുക, സൺ ഇപ്പോൾ ഒരു സ്പെറിക്കൽ ഷേപ്പിൽ ഇരിക്കുവാണ്. സണ്ണ് ഇതിപ്പോൾ ഒരു സ്പെറിക്കൽ ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഈ സ്പെറിക്കൽ ഷേപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? എല്ലാ ഡയറക്ഷനിലോട്ടും റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു, എല്ലാ ഡയറക്ഷനിലോട്ടും. അപ്പൊ അതില് ഒരു സ്പെറിക്കൽ ഷേപ്പിന്റെ അസംപ്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി എമിറ്റ് ചെയ്യുന്നു നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ സർഫസ് ഏരിയ ഇൻറ്റു എന്ത് ചെയ്യുക? ഈ എനർജി ചെയ്യുക. ഓക്കെ, അപ്പോൾ സർഫസ് ഏരിയ ഇൻറ്റു എനർജി ആണ് എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി അവിടെ എമിറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് 4πr² E is equal to എന്ത് കിട്ടും? രണ്ട് സൈഡ് സർഫസ് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4πr² ഇൻറ്റു എന്ത് കിട്ടും? സിഗ്മ T raised to 4 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ R എന്ന് പറയുന്നത് സണ്ണിന്റെ റേഡിയസ് ആയിരിക്കും. ഓക്കെ, സണ്ണിന്റെ റേഡിയസ്. ഇപ്പൊ നമുക്ക് എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി അവിടെ നിന്ന് എമിറ്റ് ചെയ്ത് വരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി എമിറ്റിംഗ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ എന്ന് വെച്ചാൽ അവിടുത്തെ എമിറ്റീവ് പവർ ആണ്. എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി ആ ഒരു സൺ എന്ന് പറയുന്ന ബ്ലാക്ക് ബോഡിക്ക്, സണ്ണ് ബ്ലാക്ക് ബോഡിയാണ്, എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി അതിന് എമിറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നു? എർത്തിനെ ഒരു പോയിന്റ് ആയിട്ട് എടുക്കുകയാണ്. സണ്ണിന്റെ ആ ഒരു മാസ് വെച്ച് ഒരു ഷേപ്പ് വെച്ച് നോക്കുമ്പോൾ എർത്ത് ശരിക്കും എന്താണ്? ഒരു പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ സണ്ണ് എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി ഈ ഒരു ഓർബിറ്റിൽ, ഇതാണ് എർത്തിന്റെ ഓർബിറ്റ് എങ്കിൽ ഈ ഓർബിറ്റിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി ഇവിടെ എമിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് എടുത്താൽ മതി, സണ്ണും എർത്ത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുത്താൽ മതി. കാരണം ആ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കണം ഒരു എർത്തിനെ. ഓക്കെ, അപ്പൊ അത്രയും എമൗണ്ട് ഓഫ് എനർജി അവിടെ എന്ത് ചെയ്യാം? ഈ ഒരു സർഫസിൽ എമിറ്റ് ചെയ്തിട്ട് ആ എർത്തിന്റെ ഓർബിറ്റിലോട്ട് എമിറ്റ് ചെയ്യണം. അപ്പൊ അത്രയും എമൗണ്ട് ഓഫ് എനർജി ആ എർത്തിന് എന്ത് ചെയ്യുന്നു? കിട്ടുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ R എന്ന് പറയുന്ന റേഡിയസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ എനർജി റിസീവ്ഡ് പെർ സെക്കൻഡ് ബൈ ദ സ്പിയർ ഓഫ് റേഡിയസ് R. ഈ ഇത്രയും ഉള്ള ഒരു സ്പെറിക്കൽ ഷേപ്പിൽ അവിടെ കിട്ടുന്ന എനർജി ദാറ്റ് ഈസ് R എന്ന് പറയുന്നത് ആ ഒരു ഇതിന്റെ റേഡിയസ്, എർത്തിന്റെ റേഡിയസ് അല്ല, ഒരു ഓർബിറ്റിന്റെ റേഡിയസ് ആണ്. സണ്ണും എർത്തും തമ്മിലുള്ള ആ ഒരു ഓർബിറ്റിന്റെ റേഡിയസ് ആണ് R എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 4πr² ഇൻറ്റു S0 കിട്ടും. ഓക്കെ, ഇതാണ് അവിടെ കിട്ടുന്ന എമൗണ്ട് ഓഫ് എനർജി. അപ്പൊ ഇതിന് ഞാനിപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കുന്നു, ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കുകയാണ്. ഓക്കെ, രണ്ട് ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇക്വേഷൻ 1ഉം 2ഉം ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. കാരണം ഇവിടെ നിന്ന് പോകുന്ന എനർജിയാണ് എന്ത് ഇവിടെ നിന്ന് അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ രണ്ടും എന്തായിരിക്കും? ഒരു പർട്ടിക്കുലർ ടൈമിൽ രണ്ടും ഈക്വൽ ആവും. ദാറ്റ്സ് വി ആർ റെപ്രസെന്റിങ് 4πr² sigma T raised to 4 which is equal to 4πr² S0 കിട്ടും. ഓക്കെ, നമ്മൾ രണ്ട് റിലേഷൻ ഒന്നിച്ചാക്കി. ആദ്യം സണ്ണിന് ഒരു ബ്ലാക്ക് ബോഡി ഒക്കെ അസ്യൂം ചെയ്തിട്ട് എനർജി എടുത്തു. എനർജി എന്ന് വെച്ചാൽ എമിസീവ് എനർജി, എത്ര എനർജി എമിറ്റ് ചെയ്യാൻ പറ്റും, അത് ഈസിക്കൽ സിഗ്മ T raised to 4 ആയിരുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? രണ്ട് സൈഡിലും സർഫസ് ഏരിയയോട് മൾട്ടിപ്ലൈ ചെയ്തു. എന്തിനാണ്? സണ്ണിന്റെ ആ സർഫസ് ഏരിയയോട് ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി എത്ര പോകുന്നു അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് സർക്കിൾ ഷേപ്പ് ആണ്. 4πr² രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് എന്താണ്? ദാറ്റ് ഈസ് നമുക്ക് എത്രത്തോളം എമൗണ്ട് ഓഫ് എനർജി എർത്ത് അബ്സോർബ് ചെയ്യുന്നു നോക്കണം. അപ്പൊ ആ റേഡിയേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഓർബിറ്റിൽ റേഡിയേറ്റ് ചെയ്യുന്ന എനർജി മൊത്തം എന്ത് ചെയ്യുക? എർത്തിന് അബ്സോർബ് ചെയ്യും. കാരണം എർത്തിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുവാണ്, കംപ്ലീറ്റ് ടൈമിൽ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, 360 ഡേയ്സ് വെച്ചിട്ട് ഇത് എന്ത് ചെയ്യുക? റൊട്ടേഷൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എല്ലാ ഡയറക്ഷനിലുള്ള എനർജി നമുക്ക് എന്ത് ചെയ്യാം? അവിടെ മെഷർ എടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്പെറിക്കൽ ഷേപ്പിന്റെ ഏരിയ എടുത്തു. ഓക്കെ, സ്പെറിക്കൽ ഷേപ്പിന്റെ ഏരിയ എടുത്തു. 4πr² S0 എന്ന് കിട്ടി. രണ്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. അപ്പൊ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് ടെമ്പറേച്ചർ ആണ് വേണ്ടത്. ടെമ്പറേച്ചർ ഓഫ് ദ സൺ ആണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ ഓഫ് ദ സൺ അതാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യും? രണ്ട് ഇക്വേറ്റ് ചെയ്തു. ഇനി ഇതിൽ നിന്ന് ഈ ടെമ്പറേച്ചറിന്റെ വാല്യൂ ഒന്ന് എടുക്കുക. ദാറ്റ് ഈസ് T raised to 4 is equal to R² by capital R² into S0 by sigma എന്ന് കിട്ടും. ഓക്കെ, S0 by sigma and ഇവിടെ ടിയുടെ വാല്യൂ എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു 4th root of R by R the whole square into S0 by sigma എന്ന് കിട്ടും. ഓക്കെ, ഇതായിരിക്കും സണ്ണിന്റെ ടെമ്പറേച്ചർ. ഇതിൽ ഈ ഒരു വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സണ്ണിന്റെ സർഫസ് ടെമ്പറേച്ചർ കിട്ടും. ഓക്കെ, R ഓർബിറ്റിന്റെ റേഡിയസ്, സണ്ണിന്റെ റേഡിയസ്, S0 ഇപ്പൊ നമുക്ക് ഡിറ്റർമിൻ 1400 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇത്രയും ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സണ്ണിന്റെ ടെമ്പറേച്ചർ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഈ ഒരു സോളാർ കോൺസ്റ്റന്റ് ടേം യൂസ് ചെയ്തിട്ട് സണ്ണിന്റെ ടെമ്പറേച്ചർ ഡിറ്റർമിൻ ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, ഇനി ഈ സണ്ണിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് വേറൊരു മെത്തേഡ് ഉണ്ട്. അതാണ് നമ്മൾ വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ എന്ന് പറയുന്നത്. ഇതിൽ ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന സണ്ണിന്റെ ടെമ്പറേച്ചർ നമുക്ക് വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ അനുസരിച്ച് എങ്ങനെ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് സണ്ണിന്റെ ടെമ്പറേച്ചർ നോക്കാനായിട്ട്
വെയിൻസ് പ്രൊപ്പോസ് ഡിസ്പ്ലേസ്മെന്റ് ലോ യൂസ് ചെയ്തിട്ട് ലാംഡ എം ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു ബി എന്ന് കിട്ടും. ഓക്കെ, ലാംഡ എം ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു ബി ആണ്. ഇവിടെ ഈ ലാംഡ എം എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഓഫ് ദ എമിഷൻ. അവിടെ നിന്ന് സൺ എമിറ്റ് ചെയ്യുമല്ലോ, ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷന്റെ വേവ് ലെങ്ത് ആണ് ലാംഡ എം എന്ന് പറയുന്നത്. ടി എന്ന് പറയുന്നത് എന്താണ്? ടി ഈസ് ദ സർഫസ് ടെമ്പറേച്ചർ ഓഫ് ദ സൺ, സണ്ണിന്റെ സർഫസ് ടെമ്പറേച്ചർ. ആൻഡ് ബി ഈസ് ദ വെയിൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇത്രയും ടേംസ് അറിയാമെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ടി ഈസ് ഈക്വൽ ടു ബി ബൈ ലാംഡ എം. ഇത് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതിന് വെയിൻസ് കോൺസ്റ്റന്റ് വാല്യൂസ് ഉണ്ട്. അപ്പൊ അതും അതേപോലെ തന്നെ ലാംഡ എം എത്ര റേഡിയേഷൻ വേവ് ലെങ്ത് ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സണ്ണിന്റെ ടെമ്പറേച്ചർ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതിൽ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ഈ ടെമ്പറേച്ചറിനെ പറയുന്ന പേരാണ് കളർ ടെമ്പറേച്ചർ എന്ന് പറയും. ഓക്കെ, കാരണം വേവ് ലെങ്ത് യൂസ് ചെയ്ത് ഡിറ്റർമിൻ ചെയ്തുകൊണ്ടാണ് എന്ത് പറയുന്നത്? കളർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. തൊട്ട് മുന്നത്തെ കേസ് നമ്മൾ വേവ് ലെങ്ത് യൂസ് ചെയ്തല്ല, അവിടെ നമ്മൾ സോളാർ കോൺസ്റ്റന്റും അതേപോലെ തന്നെ സ്റ്റീഫൻസ് കോൺസ്റ്റന്റ് ഈ രണ്ട് ടേംസ് യൂസ് ചെയ്തിട്ട് റേഡിയസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ അതൊരു എനർജി ടേംസ് വന്ന ടെമ്പറേച്ചർ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ലാംഡ അല്ലെങ്കിൽ വേവ് ലെങ്തിന്റെ മെഷർമെന്റ്സ് ആയിട്ടാണ് എന്ത് ചെയ്തത്? ടെമ്പറേച്ചർ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് വേവ് ലെങ്തിനെ സ്റ്റഡി ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെമ്പറേച്ചർ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ഒരു പ്രോബ്ലം സെക്ഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് അറ്റ് വിച്ച് ദ ഹോട്ട് ബോഡി റേഡിയേറ്റ് മാക്സിമം എനർജി ഇഫ് ദ സർഫസ് ടെമ്പറേച്ചർ ഈസ് 3200 ഡിഗ്രി സെൽഷ്യസ്. വെയിൻസ് കോൺസ്റ്റന്റ് ഈസ് 0.00289 മില്ലി കെൽവിൻ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? സർഫസ് ടെമ്പറേച്ചർ ഒരു 3200 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഒരു ബോഡി എത്രത്തോളം എനർജി എന്ത് ചെയ്യാൻ പറ്റും? റേഡിയേറ്റ് ചെയ്യാൻ പറ്റും. വേവ് ലെങ്ത് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഡിറ്റർമിൻ ചെയ്യേണ്ടത്, അതിന്റെ വേവ് ലെങ്ത്. അപ്പോൾ ടെമ്പറേച്ചർ നമുക്കിപ്പോൾ ഡിഗ്രി സെൽഷ്യസ് തന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക? അതിനെ കെൽവിൻ സ്കെയിലോട്ട് മാറ്റുക. അത് നിങ്ങൾ ഇനി തെർമോഡൈനാമിക്സ് ഈ ഒരു മോഡ്യൂൾ മൊത്തം നിങ്ങൾ പഠിക്കുമ്പോഴും ടെമ്പറേച്ചർ എപ്പോഴും എന്ത് ചെയ്യുക? കെൽവിൻ സ്കെയിലോട്ട് മാറ്റുക. അത് മാത്രമല്ല ടെമ്പറേച്ചർ എപ്പോഴും വന്നാൽ കെൽവിൻ സ്കെയിലോട്ട് മാറ്റുകയും ചെയ്യുക. കാരണം കെൽവിൻ സ്കെയിലാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. കെൽവിനിലോട്ട് നമ്മൾ മാറ്റി. ആൻഡ് വെയിൻസ് ലോയിൽ ഒരു വെയിൻസ് കോൺസ്റ്റന്റ് നമ്മൾ എടുത്തല്ലോ, ദാറ്റ് ഈസ് 0.00289 എന്നാണ് കിട്ടിയത്. അപ്പോൾ അത് കിട്ടും. ദാറ്റ് ഈസ് ലാംഡ എം ഈക്വൽ ടു ബി ബൈ ടി. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റ് കൊടുത്താൽ മതി, നമുക്ക് ലാംഡ എമ്മിന്റെ വാല്യൂ ഇവിടെ കിട്ടും. കാരണം എല്ലാം തന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ട. ഡയറക്റ്റ് റിലേഷനിൽ കൊടുക്കുക, നമുക്ക് എന്ത് കിട്ടും? അവിടെ നമുക്ക് വേവ് ലെങ്ത് കിട്ടും. വേവ് ലെങ്ത് ഇപ്പോൾ നമുക്ക് ആംസ്ട്രോങ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ദാറ്റ് ഈസ് 3821 ആംസ്ട്രോങ് മീറ്റർ. ആംസ്ട്രോങ് എഴുതിയാൽ മതി. 10⁻⁻10 എന്ന് വെച്ചാൽ എന്താണ്? അത് ആംസ്ട്രോങ് ആണ്. 10⁻⁹ വന്നത് നാനോമീറ്റർ ആണ്. ഓക്കെ, 10⁻�6 ആണെങ്കിൽ അത് മൈക്രോമീറ്റർ ആവും. ഓക്കെ, അങ്ങനെയാണ് പോകുന്നത്. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. The sun radiates the energy at the rate of 6.4 into 10⁻⁷ watts per meter square. Calculate its temperature assuming it a black body. എന്ത് ചെയ്താൽ മതി? ബ്ലാക്ക് ബോഡി പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇക്വേഷൻ എന്തായിരിക്കും? ബ്ലാക്ക് ബോഡി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീഫൻസ് ലോ യൂസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ടി. ഓക്കെ, സിഗ്മയുടെ വാല്യൂ എടുക്കുക. ഇതേപോലെ തന്നെ എനർജി മുകളിൽ തന്നിട്ടുണ്ടല്ലോ. സിഗ്മയുടെ വാല്യൂ നമുക്കറിയാം 5.67 into 10⁻⁻8 ആണ്. T is equal to 6.4 into 10⁻⁷ divided by 5.67 into 10⁻⁻8 whole raised to 1/4 എന്ന് കിട്ടും. 5894 കെൽവിൻ ആണ് എന്ത്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് കാൽക്കുലേറ്റ് ദ ബ്ലാക്ക് ബോഡി ടെമ്പറേച്ചർ ഓഫ് ദ സൺ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. സ്റ്റീഫൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മൾ 3 തരത്തിൽ സണ്ണിന്റെ ടെമ്പറേച്ചർ ഡിറ്റർമിൻ ചെയ്ത സ്റ്റെപ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ഈ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ സ്റ്റീഫൻസ് ലോ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എനർജി റേഡിയേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ബ്ലാക്ക് ബോഡി എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് ബോഡി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാം, ഈ എനർജി തന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ പ്രത്യേകിച്ച് പറഞ്ഞത് എന്താണ്? നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ഇത്രയും ഡാറ്റാസ് തന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. കാൽക്കുലേറ്റ് ദ ബ്ലാക്ക് ബോഡി ടെമ്പറേച്ചർ ഓഫ് ദ സൺ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. സ്റ്റീഫൻസ് കോൺസ്റ്റന്റ് എത്രയാണ്? 5.7 into 10⁻⁻8 ആണ്. സോളാർ കോൺസ്റ്റന്റ് 1500 ആണ്. റേഡിയസ് ഓഫ് സൺ 7 into 10⁻8 മീറ്റർ ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് 1.5 into 10⁻11 മീറ്റർ ആണ്. അപ്പോൾ നേരത്തെ തന്ന ഇക്വേഷൻ T is equal to small r by capital R the whole square into S0 by sigma whole raised to 1/4. എന്ത് ചെയ്യുക? വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എല്ലാം തന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഒന്നും കൺവേർഷൻ ഒന്നും ഇല്ല, എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന SI യൂണിറ്റ് തന്നെയാണ്. നമുക്ക് എന്ത് കിട്ടും? ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലിൽ കിട്ടും. ഓക്കെ, 5895 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു സോളാർ കോൺസ്റ്റന്റ് ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ സോളാർ കോൺസ്റ്റന്റ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.